LDF-നെ എഴുതിത്തള്ളാറായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാര്യം ഇത് കണക്കുകളിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇനി ഭരണവിരുദ്ധ വികാരം ഏത് വകുപ്പിനെതിരെയാണ്? വളരെ ലളിതമായ ചോദ്യം, ഏത് വകുപ്പിനെതിരെയാണ് ഭരണവിരുദ്ധ വികാരം നമ്മൾ പ്രധാനമായിട്ടും പറയുക? ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കാണെങ്കിലും പറഞ്ഞാൽ മതി, നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. ധനവകുപ്പിനെതിരെ നമ്മൾ മുൻകാലങ്ങളിലെ സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു ഡിബേറ്റ് തയ്യാറാണോ? ആരോഗ്യവകുപ്പ് മുൻകാലങ്ങളിലെ സർക്കാരുമായിട്ടാണ് കേട്ടോ, UDF-ലെ സർക്കാരുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. അങ്ങനെയാണ് ശിവകുമാറിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജിൽ ചില മെഷീനുകൾ പ്രവർത്തിക്കാതിരുന്നത് നമ്മൾ കണ്ടതാണ്. കാത്ത് ലാബുകൾ വരാതിരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ആശുപത്രി കെട്ടിടങ്ങളുടെ അവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ജിമ്മി അടക്കം എന്ന റിപ്പോർട്ട് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിൻ്റെ പരിതാപകരമായ അവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം പലയിടങ്ങളിലും. ഇനി ഏത് വകുപ്പ്? വിദ്യാഭ്യാസ വകുപ്പ്. ഓണം നേരത്തെ വന്നുപോയതാണ് കുഴപ്പം, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഇതാണ് കുഴപ്പമെന്ന് പറഞ്ഞ സർക്കാർ LDF സർക്കാരല്ല. ഇത് ഏതു വകുപ്പിനെയാണ് നമ്മൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോകുന്നത്? അപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ സൃഷ്ടിക്കുന്ന പ്രചരണം കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമാണ് ഇടത് സർക്കാർ എന്ന പേരിലുള്ള പ്രചരണം കൊണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്ന് കരുതിയാൽ അത് പര്യാപ്തമാവില്ല എന്നതാണ് എൻ്റെ പക്ഷം. പക്ഷേ ഇടത് സർക്കാർ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇടത് മുന്നണി സ്വീകരിക്കേണ്ടത്, ഈ പ്രചരണങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഓർഗാനിക് ആയിട്ടുള്ള ബന്ധം വോട്ടർമാരുടെ ഇടയിൽ അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്താൻ എന്തുകൊണ്ട് സാധിക്കാതെ പോയി എന്നുള്ളത് ഇടതുപക്ഷം ആഴത്തിൽ പരിശോധന നടത്തണം, ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ വിലയിരുത്തലാണ് എന്നുള്ളതാണ് എൻ്റെയും നിലപാട്.